ഹലോ ഗൈസ്. ലൂട്ടാഷ് ഗോർജ് അഥവാ സ്പിരിറ്റ് ഗോർജ് ജർമ്മൻ ഓസ്ട്രിയൻ ബോർഡറിലുള്ള അതിമനോഹരമായ ഏകദേശം 970 മീറ്റർ നീളമുള്ള ഗോർജ്. യക്ഷികളുടെയും കുട്ടിച്ചാത്തന്മാരുടെയൊക്കെ കഥകൾ കേരളത്തിൽ മാത്രമല്ല ഉള്ളത് കേട്ടോ. ലോകത്തിൻ്റെ മറുവശത്തുള്ള ജർമ്മനിയിലും ഇത്തരം നാടോടി കഥകളുണ്ട്. അങ്ങനെ ഒരു കഥ ഈ കാണുന്ന ഗോർജിന് പിന്നിലുമുണ്ട്. ഈ ഗോർജിൽ ഒരു ഭീകരനായ ഭൂതമുണ്ടായിരുന്നു. ഭൂതത്തിൻ്റെ കൂട്ടുകാരി ഒരു വനദേവതയായിരുന്നു. വനദേവത ഭൂതത്തിന് ലോകത്തെ പറ്റിയുള്ള രസകരമായ കഥകൾ പറഞ്ഞു കൊടുക്കും. ഭൂതമാകട്ടെ ഇതൊക്കെ കേട്ട് വളരെ സന്തോഷത്തോടെ ഇരിക്കും. എന്നാൽ ഒരു ദിവസം വനദേവത അവിടെ ഉണ്ടായിരുന്ന കുസൃതിക്കാരായ കുട്ടിച്ചാത്തന്മാരോടൊപ്പം കളിക്കാനും ഈ കഥകൾ പറഞ്ഞു കൊടുക്കാനും പോയി. ഭൂതത്തിന് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഭൂതം അവളെ ശപിച്ചു. അവളുടെ ശബ്ദം നഷ്ടപ്പെട്ടു. ഇതും പോരാഞ്ഞിട്ട് ഭൂതം അവളെ ഒരു ഗർത്തത്തിനുള്ളിൽ പൂട്ടിയിട്ടു. ഇതൊക്കെ കഴിഞ്ഞ ഒരു ദിവസം ഭൂതത്തിന് വലിയ താടിയുണ്ട് കേട്ടോ. ആ താടി ഒരു മരപ്പാലത്തിൽ കുടുങ്ങി. അങ്ങനെ ഭൂതം അവിടെ പെട്ടു. അപ്പം വനദേവത പറഞ്ഞു വനദേവത ഭൂതത്തെ രക്ഷിക്കാൻ തൻ്റെ ശബ്ദം തിരിച്ചു നൽകിയാലെന്ന്. എന്നാൽ ഭൂതം ഭയങ്കര സ്റ്റബോണായിരുന്നു. ഭൂതം അത് സമ്മതിച്ചില്ല. ഭൂതം സ്വയം സംഭവം രക്ഷപ്പെട്ടു. അങ്ങനെ വനദേവത എന്നേക്കുമായി ആ ഗർത്തത്തിൽ പെട്ടുപോയി. ഭൂതത്തിൻ്റെ കൂട്ടുകാരാണ് ഈ കുട്ടിച്ചാത്തന്മാർ രാത്രിയാകുമ്പോൾ പുറത്തു വരും. എന്നിട്ട് അവരെ വൃത്തത്തിൽ നിന്ന് ഡാൻസ് ചെയ്യും. അവരുടെ സംഗീതം ഭയങ്കര വിചിത്രമായൊരു സംഗീതമാണ്. ഇന്നും രാത്രിയിലെ ഈ ഗോർജിന് അരികിലൂടെ പോകുന്ന സഞ്ചാരികൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഗർജനത്തിനിടയിലും കുട്ടിച്ചാത്തന്മാരുടെ ചിരിയും കളികളും കേൾക്കാമെന്നാണ് വിശ്വാസം. സത്യമാണോ അതോ കെട്ടുകഥയാണോ? എന്തായാലും കൊള്ളാല്ലേ. നമ്മുടെ കഥകളുടെ അത്രയും വരുമോ? കേട്ടിട്ട് കമൻറ്റ് ബോക്സിൽ പറയണേ.